നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 7 വ്യാഴാഴ്ച, പൂരുരുട്ടാതി നക്ഷത്രം. വൈഷ്ണവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്ണു പ്രീതി വരുത്തുന്നതുകൊണ്ട് തടസ്സങ്ങളൊക്കെ മാറി വളരെ നല്ലൊരു വർഷം തന്നെ ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. റിയൽ എസ്റ്റേറ്റ് ഏജൻസിനും ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. എന്നാലും അധിക പണച്ചെലവ് വരുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് പഴയ കടം ബാധ്യതയൊക്കെ ഉള്ളവർക്ക് അല്പം ടെൻഷൻ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വരാമെങ്കിലും ദിവസം മുന്നോട്ട് പോകും തോറും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ, വിവാഹാലോചന വരാനുള്ള ഭാഗ്യം, സാമ്പത്തികമായി നേട്ടങ്ങൾ, ജോലിസ്ഥലത്ത് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ, ഇവ ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. മിഥുനം രാശി. മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ജോലി അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു പ്ലേസ്മെൻറ്റെങ്കിലും ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. മെഡിക്കൽ പ്രൊഫഷനിൽ പ്രവർത്തിക്കുന്നവർക്ക് വിദേശ ജോലിക്കുള്ള ഒരു സാധ്യതയും ഇന്ന് ഏറെയാണെന്നുള്ള കാര്യം അറിയാം. കർക്കിടകം രാശി. പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ, വിവാഹ നിശ്ചയം അല്ലെങ്കിൽ നല്ല യോജിച്ച രീതിയിലുള്ള വിവാഹാലോചനകൾ വരിക, പ്രണയിക്കുവാനുള്ള സാധ്യത, ഇവയൊക്കെ ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. വാഹനത്തിനോ ഗൃഹത്തിനോ ഒക്കെ അല്പം റിപ്പയർ വർക്കോ അല്ലെങ്കിൽ മൂടി പിടിപ്പിക്കുവാനായി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണ്. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അധിക പണച്ചെലവ് വരാം. എങ്കിൽ തന്നെയും വരുമാനം വർദ്ധിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരാദ്യത്തെ പകുതി ഭാഗം. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ കാണുന്നു. ജോലി സ്ഥലത്ത് ഉയർച്ചയ്ക്കുള്ള ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. കുറച്ചു കാലമായി വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങുവാനും യോജിച്ച രീതിയിലുള്ള വിവാഹാലോചന വരുവാനും ഭാഗ്യമുള്ള ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫോറിൻ കണക്ഷനൊക്കെ വരുവാനുള്ള ഭാഗ്യവും, അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ലഭിക്കുവാനുള്ള യോഗവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്.